Praise the Lord. Praise the Lord. How many of you are happy this morning? Only one person is happy. All others are sad. ഒരാളെ സന്തോഷമുള്ളവരുള്ളോ? Praise the Lord. ദൈവം വായിക്കുന്നു, യഹോവയുടെ ആലയത്തിൽ നമുക്ക് പോകാമെന്ന് അവരോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. സ്തോത്രം. സന്തോഷം പാട്ട് പാടട്ടെ. സന്തോഷ ദൈവനെ കൈക്കൊണ്ടു. സന്തോഷം കൊടുക്കുന്ന ദൈവം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. എന്ന് ബൈബിൾ പറയുന്നു, റിജോയ്സ് ഇൻ ദി ലോർഡ് വൺസ് ഇൻ എ വൈൽ. Rejoice in the Lord always, not only on Sundays. Monday, Tuesday, Wednesday, Thursday, Friday, Saturday, every day, every morning, every afternoon, every evening. You have to be happy in the Lord. Stotram. Stotram. Praise God. Happiness depends upon happenings. But joy doesn't depend upon happenings. അതുകൊണ്ടല്ലേ കാരാഗ്രഹത്തിലായിരുന്ന പൗലോസും ശീലാസും ഒക്കെ സന്തോഷിച്ചത്. ആടി കൊണ്ട് ഉപദ്രവിക്കപ്പെട്ട് വലിച്ചഴിക്കപ്പെട്ട് ബന്ധനാവസ്ഥയിലായിരിക്കുമ്പോൾ അവർ എന്ത് ചെയ്തു? സന്തോഷിച്ചു, പാടി ദൈവത്തെ സ്തുതിച്ചു. അതുകൊണ്ട് അവർ ഇത് വിടുതൽ അനുഭവം ഇടയായി തീർന്നു. അതുകൊണ്ട് ദൈവമക്കളെ ഹല്ലേലൂയ, ദൈവം പറയുന്ന കഷ്ടങ്ങളിൽ സന്തോഷിക്കാൻ. അപ്പോൾ ദൈവമക്കൾ എല്ലായ്പ്പോഴും സന്തോഷമായിരിക്കണം. ദിവസം സന്തോഷം കടന്നു വരണം, സന്തോഷത്തോടെ പാട്ട് പാടണം, കർത്താവിനെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ടാണ് നെഹമ്യാ എന്ന് പറയുന്നു, ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. ദൈവങ്ങളെ കർത്താവ് സന്തോഷിച്ച ബലമാ. പ്രൈസ് ഗോഡ്. ബലഹീനതയോടെ കടന്നു വന്നാലും ദൈവത്തെ സന്തോഷത്തെ ആരാധിക്കാൻ ബലപ്പെടുവാൻ കഴിയും. ഞാനത് അനുഭവസ്ഥനാണ്. സ്തോത്രം. എന്നെ അസിസ്റ്റ് ചെയ്യാൻ പോലും ആരില്ലാത്ത സമയത്ത് ശുശ്രൂഷയിലായിരിക്കും. കർത്താവ് ഞാൻ എങ്ങനെ ആരാധന, എനിക്ക് സുഖമില്ല, ശരീരം ബലഹീനാണ്. പക്ഷെ ആരാധന കഴിഞ്ഞ് പിന്നെ ഒരു 10 ആരാധന നടത്താനുള്ള ബലം കൊണ്ടാ തിരിച്ചുപോയി. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ബലം വൈറ്റാമിൻ്റെ കൂടുതലുണ്ടോ അല്ല ഭക്ഷണത്തിന് കൂടുതലല്ല, ദൈവം തരുന്ന ബലം, ആത്മാവിലുള്ള ബലം. പ്രൈസ് ഗോഡ്. അയാൾ ദൈവത്തെ നന്ദിയോട് ഞാൻ വാഴ്സ്തുതിക്കുന്നു. കടന്ന വലിയവനായ കർത്താവിന് ആദ്യമേ നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസൻ ഈ സഭയോടും ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു. ഇങ്ങനെ അവസരം എനിക്ക് നൽകിയതിൽ ഞാൻ അധികം നന്ദിയുള്ളതായിരിക്കും. ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു ലൈസാം സിസ്റ്റർ ആയിരിക്കുമല്ലയോ, സിസ്റ്റർ മാത്രമാണ് എനിക്കിവിടെ വരാനൊരു മുഖാന്തരമായത്. തോമാച്ചൻ ബ്രദർ അല്ലേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. എനിക്കല്ലാതെ ഇവിടെ പരിചയമില്ലായിരുന്നു. ബാംഗ്ലൂർ കർത്താവിൻ്റെ ദാസൻ, എൻ്റെ സഹപ്രവർത്തകൻ്റെ സിസ്റ്റർ ഇപ്പോൾ ഹ്യൂസ്റ്റണിലുണ്ട്. ഞാനവിടെ പല വാശേഷം പുള്ളിക്കാരിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നെ അസിസ്റ്റ് ചെയ്യാനുള്ള വാശേഷമൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ പുള്ളിക്കാരിയാണ് ഈ ഫാമിലിയെ പരിചയപ്പെടുത്തുവാനും കർത്താവിൻ്റെ ദാസനെ ബന്ധപ്പെടുവാനും ഒക്കെ ഇടയായത്. ദൈവം ഓരോരോ മുഖാന്തരങ്ങൾ ഒരുക്കുന്നു, അത്രമാത്രം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. നമ്മൾ മുന്നേ ചിന്തിച്ചോ പ്ലാൻ ചെയ്തതല്ല. എന്തായാലും ഇത് യഹോവയാൽ സംഭവിച്ച നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. നമുക്ക് ആശ്ചര്യമാണെങ്കിലും ദൈവത്തിന് മുൻ നിർണയപ്രകാരം, മുൻ പ്ലാൻ പ്രകാരം പെട്ടതായ ഒരു വിഷയം ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. പ്രൈസ് ഗോഡ്. Bible study also I told, I was born and brought up in a Pentecostal background, not only a Christian background, Pentecostal. Before my birth, not only my parents, my grandparents were worshipping the Lord in the spirit and in truth. പരിശുദ്ധാത്മാ നിറവില് ഹല്ലേലൂയ. എൻ്റെ മാതാക്കള് വല്യപ്പച്ചന്മാരും ഞാൻ ജനിക്കുന്നതിന് മുമ്പേ 1927 ഒരു വല്യപ്പച്ചൻ സ്ഥാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ചത്. 1943 ഒരു വല്യപ്പച്ചൊക്കെ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അതൊന്നും എന്നെ ദൈവത്തിലാക്കിയില്ല. Why? That did not make me a child of God. Because God does not have grandchildren. God has only children. If you accept Jesus as your personal Savior, then only you can become the child of God. Through your parents' care of, or brothers or sisters or wives or husbands' care of, you cannot get into heaven. Praise God. അവനെ കൈക്കൊണ്ടെന്ന് നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 1967 യേശുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിപ്പാൻ he became my shepherd. Till that time he was my parents' shepherd, my grandparents' shepherd. But 1967 he became my shepherd. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? Surely goodness and mercy shall follow me once in a while. All the days of my life. I am not following goodness and mercy, but when I follow my Jesus, my good shepherd, goodness and mercy shall follow me all the days of my life. That's my testimony. Praise God. Hallelujah. 1970 I have taken water baptism. 1973 I was filled with the Holy Spirit. I saw heaven opened and angels all were there. All the
thrones I could see and I was rejoicing. Praise God. ഇന്നും ആ സന്തോഷത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിൽ കർത്താവിനെ നടത്തുന്നു. ദൈവനാമത്തിൽ നന്ദിയോട് സ്തോത്രം ഉണ്ടാവട്ടെ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് പരിശ്രമം വാഴ്ത്തപ്പെടുന്ന മൽക്കാലം നമുക്ക് സമയം അധികമില്ലതുകൊണ്ട് വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോയെങ്കിലേ സാധിക്കുള്ളൂ. നമുക്ക് ഏവർക്കും സുപരിചിതമായ എ ഫെമിലിയർ പാസേജ് ഫ്രം ദ ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 20 and 21. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യം വേഗം വായിക്കാം. ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 20 and 21. Please read in English also, because some do not know Malayalam. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. Amen. Praise God. Somebody please read in English also. Yes. According to the power that worketh in us. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ എന്താ കഴിയുന്നത്? നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്നതിന്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ലോകത്തിൽ? ചിലർ ചോദിക്കുന്ന പോലും തരത്തില്ല, ഉണ്ടെങ്കിലും തരത്തില്ല. ഞാൻ പറയുന്നത് ചിലർക്ക് കഴിവുണ്ട്, പക്ഷേ എന്തില്ല, മനസ്സില്ല. ചിലർക്ക് മനസ്സുണ്ട്, പക്ഷേ കഴിവില്ല. ഞാൻ കാനഡ ചെന്നപ്പോൾ നമ്മുടെ ഒരു പഴയ വിശ്വാസിയാണ്, വാസങ്ങളെ എനിക്കുണ്ടെന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ തലയൊക്കെ വെച്ച് അനുഗ്രഹിച്ചു. എനിക്ക് ഇന്ത്യയിലെ മിനിസ്ട്രി ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ വരുമാനം അതിനെ അനുവദിക്കാൻ വലിയ പ്രൊഫഷണൽ ഒന്നുമല്ല, അതിൽ ക്വാളിഫൈഡ് ഒന്നുമല്ല. പക്ഷേ സിൻസിയർ ആഗ്രഹം കൊണ്ട് പറഞ്ഞാ ഞാൻ തലയൊക്കെ വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു ചിലർക്ക് മനസ്സുണ്ട്, പക്ഷേ എന്തില്ല, കഴിവില്ല. ചിലർക്ക് കഴിവുണ്ട് കേട്ടോ, ഇഷ്ടം ഒരു 10-20 തലമുറയ്ക്ക് കഴിക്കാനുള്ള സംഘരിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ എന്തില്ല, മനസ്സില്ല, കൊടുക്കത്തില്ല. ഞാൻ ചോദിക്കും ഇതെല്ലാം കൂടെ പോകുമ്പോൾ കൊണ്ടുപോകാൻ നോക്കൂ. പാസ്റ്റർ പറഞ്ഞു വി കനോട്ട് ടേക്ക് എനിത്തിങ് ഫ്രം ദിസ് വേൾഡ്. ഇവിടെ നമ്മളൊന്നും കൊണ്ടൊന്നുമില്ല, ഒന്നും കൊണ്ടുപോകാൻ കഴിയുന്നുമല്ല. പിന്നെ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ദൈവം തരുന്നു, ദൈവം നടത്തും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ 2 ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒരിക്കൽ ഒരു കുഷ്ഠരോഗി വന്ന് യേശുവിനെ മുട്ടുകുത്തി എന്താ പറഞ്ഞു? കർത്താവ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. എനിക്ക് മനസ്സിലാവും എൻ്റെ പാട്ടിന് ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാം. ഏത് പ്രശ്നമായിട്ട് അടുത്ത് ചെന്നാലും നമ്മുടെ കർത്താവ് മനസ്സുള്ളവനാ. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. വേറൊരു പിതാവെന്ന് പറയാം, കർത്താവേ, എൻ്റെ മകൻ ചന്ദ്രനെ പിടിച്ച് പലപ്പോഴും തീയിലും വെള്ളത്തിലൊക്കെ ആയി പോകുന്നു, അവനെ സൗഖ്യമാക്കി നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അവർക്ക് കഴിഞ്ഞില്ല. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എൻ്റെ അവനെ സൗഖ്യമാക്കണേ. അയ്യോ, ശിഷ്യന്മാർ കഴിവിന് എനിക്കെങ്ങനെ കഴിയുന്നത് എന്നാന്ന് കർത്താവ് പറഞ്ഞേ. കഴിയുമെങ്കിൽ എന്ന് വിശ്വസിക്കാനും സകലവും സാധ്യമാണ്. Everything is possible for those who believe. If you believe, you shall see the glory of God. അപ്പോൾ വിശ്വസിക്കാൻ സകലവും കഴിയും കേട്ടോ. ഇല്ലാത്ത ഉണ്ടാക്കാൻ പോലും കഴിയും. ദൈവത്തിന് സ്തോത്രം. God created everything out of nothing. Man makes everything out of something. Makes something out of something. But God made everything out of nothing. Praise God. Nobody has created. Is there anybody has created anything in this world? No, they just assembled. But God can create. സൃഷ്ടികർത്താവിന് ഒരുവൻ മാത്രമാണ്. സൃഷ്ടിക്കുക മാത്രമല്ല, ഭൂമി വാഴ്ശൂന്യമായി തീർന്നു. Earth became without form and void. But out of that earth, God has created everything. അല്ലെ, പാഴ് ശൂന്യമായതിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? സകലത്തെ ഉളവാക്കി. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. അങ്ങനെ ഒരു ദൈവത്തെയാണ് കർത്താവിനെയാണ് ദൈവമക്കളെ നാം സേവിക്കുന്നത്. ആ കർത്താവ് എന്ന് കേൾക്കാൻ നമ്മുടെ മധ്യമുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ തിയോളജി പുസ്തകത്തിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. One atheist, he has kept a board on his table in his room, office room. It is written, God is nowhere. God is nowhere. അതിൻ്റെ ടേബിളിൽ സ്ഥിരമായിട്ട് വെച്ചിരിക്കുക. അപ്പം മകന് സ്കൂളിൽ പഠിച്ച കൊച്ചു പയ്യനാ. അവനൊരു ദിവസം അവിചാരിതമായിട്ട് ഈ റൂമിലോട്ട് കയറി അപ്പൻ്റെ ഓഫീസിലോട്ട് കടന്നു വന്നപ്പോൾ ഇത് കണ്ട. അവൻ എങ്ങനെ വായിച്ചെന്നറിയാമോ? ഗോഡ് ഈസ് നൗ ഹിയർ. ആ നോവേർ എന്നുള്ള ആ ഡബ്ല്യൂടെ എന്ത് ചെയ്തു? നോയോടുകൂടെ അങ്ങ് ചേർത്തു.
ഗോഡ് ഈസ് നൗ ഹിയർ. അയ്യോ, ആ എത്തീസ്റ്റിന് വളരെ രൂപാന്തരം ഉണ്ടാകാനിടയായി തീർന്നു. എടാ, ഞാൻ ഗോഡ് ഈസ് നോവെയർ എന്ന് എഴുതി വെച്ച് എൻ്റെ മോൻ പറയുക ഗോഡ് ഈസ് നൗ ഹിയർ എന്ന്. അങ്ങനെ ദൈവമക്കളെ, ഇന്ന് പോൽക്കാലം, നാളെയല്ല, ഇന്ന്, ഇപ്പോൾ അവൻ നമ്മുടെ മധ്യേ ഉണ്ട്. നമുക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കാൻ, ഇപ്പോൾ പ്രവർത്തിപ്പാൻ നമ്മുടെ പ്രശ്നം എന്ത് തന്നാലും വിടുവിപ്പാൻ ശക്തനായ നമ്മുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. ദൈവശക്തിയെ പറ്റി 1-ാം അധ്യായത്തിൽ 3-ാം അധ്യായം എല്ലാം വായിക്കുന്നുണ്ട്. വായിക്കാൻ പോയ സമയം എനിക്ക് അനുവദിക്കുന്ന സമയത്ത് നിർത്തണമല്ലോ. നിങ്ങൾ 1-ാം അധ്യായം 3-ാം അധ്യായമൊക്കെ ഒന്ന് വായിച്ച്. അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ അത് ഒന്ന് വായിച്ചേ. 1-ാം അധ്യായത്തിൻ്റെ എത്രാം വാക്യമോ? പൗലോസിന്റെ പ്രാർത്ഥന 1-ാം അധ്യായത്തിലുണ്ട്. സോറി, ഞാൻ വാക്യം ഒന്ന് നോക്കിക്കോട്ടെ. 1:18 1:18. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ അറിയണം, മനസ്സിലാക്കണം. നാം സേവിക്കുന്നത് ആരാണ്? എബ്രായർ 11:6 വായിക്കും, ദൈവത്തിനടുക്കുന്ന ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്ന ഹൃദയം കൊടുക്കുന്ന വിശ്വസിക്കേണ്ടതല്ലോ. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. കണ്ണുണ്ടായിട്ടും കാണാതെയും കാതുണ്ടായിട്ടും കേൾക്കാതെയും കാലിട്ട് നടക്കാതെ ദൈവത്തെ അല്ല, ജീവനുള്ള ദൈവത്തെ, സകലത്തിനും മതിയായ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഹി ഈസ് ദ ഓൾമൈറ്റി ഗോഡ്. ഹി ഈസ് ഒംനിപോട്ടന്റ്, ഹി ഈസ് ഒംനിപ്രസന്റ്, ഹി ഈസ് ഒംനിഷ്യന്റ്. അവൻ സർവശക്തൻ, സർവജ്ഞാനി, അവൻ സർവ്വവ്യാപിയാണ്. യഹോവ ഇരയാണ്, യഹോവ നിസിയാണ്, യഹോവ റാഫയാണ്. സ്തോത്രം അല്ലേ? നമ്മളൊക്കെ പാടാറുണ്ട്. ആ ദൈവമക്കളെ നമ്മൾ യഥാർത്ഥം ഏറ്റെടുത്ത് പാടണം. യഹോവ റാഫയാണെങ്കിൽ യഹോവ റാഫയാണ്, യഹോവ റാഫയാണ്. ദൈവത്തിന് സ്തോത്രം. യഹോവ ഇരയാണ്, അവൻ കരുതുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ എല്ലായ്പ്പോഴും കൂടെ സർവ്വവ്യാപിയാണ്. എന്നാൽ സംഗീതം കേട്ടല്ലോ, though I walk through the valley of shadow of death, I will fear no evil. Why? Because you are with me. അവൻ എല്ലായ്പ്പോഴും നമ്മുടെ ഇരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് നന്മയും കരുണയായൊക്കെയും ഇടയായി തീരുന്നത്. ദൈവനാമത്തിൽ നീയോട് സ്തോത്രം. അപ്പോൾ നാം ചോദിക്കുന്നില്ല, നനയ്ക്കുന്നില്ല. മോർ ദാൻ വി ആസ്ക് ഓർ ഈവൻ തിങ്ക്, മോർ ദാൻ വി ആസ്ക് ഓർ ഈവൻ ഇമാജിൻ, he is able to do. Nobody else but my God is able. അത് ഞാൻ പറഞ്ഞത്. അവൻ ശക്തനാണ്, അവൻ മനസ്സുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ കഴിഞ്ഞ കാലം എന്ത് പ്രവർത്തിച്ചു? 1 Samuel 1:11. Somebody please. എല്ലാ വാക്യങ്ങളും ഞാൻ വായിപ്പിക്കുന്നില്ല, സമയമില്ല, ചിലവ് മാത്രം. 1 Samuel 1:11. 1 Samuel 1:11 വേഗത്തിൽ വായിക്കാം. 1 Samuel 1:11 വേഗത്തിൽ. എന്ത് വന്നാല് ഒരു പുരുഷ സ്ഥാനത്തെ അവൾ നിന്ദിക്കപ്പെട്ടു, അവഗണിക്കപ്പെട്ടു. അവൾ നിലവിളിക്കാണ്, കരയുകയാണ്. ഭർത്താവ് പറഞ്ഞു, എന്നെ ഞാൻ നിനക്ക് 10 പുത്രന്മാർക്ക് നല്ലതല്ലേ? 10 പുത്രന്മാർക്ക് നല്ല ഭർത്താവ് ഉള്ളതുകൊണ്ട് പുത്രന്മാരാകുമോ? നിന്ന് മാറുമോ? ഇല്ല. അതുകൊണ്ട് അവള് ഭർത്താവിനോട് പറഞ്ഞെങ്കിലും കരഞ്ഞെവിടാ? ദൈവസ്ഥനില പോയിരുന്നു കരഞ്ഞത്. ദൈവമക്കളെ, മനുഷ്യ മുമ്പിൽ കരയുന്നതിന് പകരം ദൈവം മുമ്പാകെ കര. സ്തോത്രം. അവൻ കണ്ണുനീര് കാണും ദൈവമാണ്. അവൻ കണ്ണുനീര് മറികടക്കുന്ന ദൈവമല്ല. മനുഷ്യ മുമ്പിൽ കരഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ അവർ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ ദൈവസ്ഥനിൽ കരഞ്ഞാൽ ഒരു പ്രതിഫലമുണ്ട്. ഹന്ന ദൈവസ്ഥ കരഞ്ഞു. കാര്യം മച്ചിയ, മക്കളില്ല. She was barren, no children. Her sister-in-law was mocking at her. She was degraded. So she went to the presence of the Lord, started crying. What happened? 2:21. നമുക്ക് ചരിത്രം അറിയാമെങ്കിലും സാരാംശം മാത്രം ഒന്ന് വായിച്ചങ്ങ് പോവാം. 2:21, 2:21. മതി. അവൾ ചോദിച്ചെന്താ? മച്ചി. ചെറുപ്പക്കാരി ഒന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇച്ചിരി പ്രായാധിക്യത്തിലായ സ്ത്രീയാ, മച്ചിയ. ചോദിച്ചെന്താ? ഒരു പുത്രനെ. പക്ഷെ ദൈവം ചെയ്തതെന്താ? 3 പുത്രന്മാരെയും
2 പുത്രിമാരെയും. സോ ഷീ നെവർ എവർ എക്സ്പെക്റ്റഡ്. She asked, but she never ever expected that she'll be having this many children. 3 പുത്രന്മാരെയും 2 പുത്രനെ ജനിച്ചു. എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ 40 ദിവസം ഉപവാസിരിക്കുമ്പോൾ ഒരു കത്തോലിക്ക ബാക്കിയുള്ള സഹോദരൻ വന്ന് എൻ്റെ വേറൊരു വിശ്വാസം വിളിച്ചുകൊണ്ട് വന്ന് വെളിയിൽ നിന്നു. പിന്നെ അവന് അകത്ത് കയറി. പിന്നെ വൈഫിനെ കൊണ്ടുവന്നു, ജെയിംസും ജെസ്സി. പിന്നെ ഞങ്ങളറിഞ്ഞു അവർക്ക് മക്കളില്ല, അവളെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. അവൻ്റെ അമ്മ പറഞ്ഞടാ അവൾക്ക് അവളെ ഡൈവേഴ്സ് ചെയ്യാൻ പറഞ്ഞു. അവന് ജെയിംസിനെ അവളെ ഉപേക്ഷിക്കാൻ മനസ്സില്ല. ഏതായാലും പ്രാർത്ഥിച്ച് 2 പേരും രക്ഷിക്കപ്പെട്ടു. തീരുമാനമെടുത്തു, സ്നാനപ്പെട്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് അല്പം പ്രയാസം. ടു മേക്ക് ദ ലോങ് സ്റ്റോറി ഷോർട്ട്, 1 അല്ല 2 അല്ല 3 പിള്ളേരെ ഞാൻ മേപ്പോട്ട് നോക്കണം. കാര്യം ഭയങ്കര ഹൈറ്റുള്ള 3 കുഞ്ഞുങ്ങൾ. ഇപ്പോൾ ജെസ്സി ഡൈവേഴ്സ് ചെയ്യണ്ട. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് ദൈവം അന്നല്ല ഇന്നും പ്രവർത്തിക്കും. ഇന്നും പ്രവർത്തിക്കാൻ ശക്തനായ ദൈവമാണ്. ഇപ്പോഴും പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. മോർ ദാൻ വി ആസ്ക് ഓർ ഈവൻ തിങ്ക് ഓർ ഇമാജിൻ, ഹി ഈസ് ഏബിൾ, ഹി ഈസ് ഏബിൾ, ഹി ഈസ് ഏബിൾ. 1973 ഞാൻ ബൈബിൾ കോളേജിൽ ആദ്യമായിട്ട് പഠിച്ച കോറസിലൊന്നാണ്, ഹി ഈസ് ഏബിൾ, ഹി ഈസ് ഏബിൾ, ഐ നോ ഹി ഈസ് ഏബിൾ, ഐ നോ മൈ ലോർഡ് ഈസ് ഏബിൾ ടു ക്യാരി മീ ത്രൂ. ഹി ഹീൽസ് ദ ബ്രോക്കൺ ഹാർട്ടഡ്, ഹി സെറ്റ്സ് ദ ക്യാപ്റ്റീവ്സ് ഫ്രീ, he makes the lame to walk again and cause the blind to see. He is able. എന്നെ അധികം സന്തോഷം. പഴയ പാട്ടാണ് കേട്ടോ, ഇപ്പോൾ കേൾക്കാറില്ല, പക്ഷെ പാടാറുണ്ട്. He is able, he is able. എൻ്റെ ദൈവം ആരാണ്? ശക്തനാണ്. വെറും ശക്തനാണ്, സർവശക്തനാണ്. ഹല്ലേലൂയ. Nobody is equal with him. പിശാചിന് ശക്തി ഉണ്ടല്ലേ, പക്ഷെങ്കിൽ സർവശക്തനാണോ? അല്ല. പിശാചിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പിശാച് ചിലതൊക്കെ അറിയാൻ കേട്ടോ, നമ്മളൊക്കെ അറിവും കഴിവൊക്കെ ഉണ്ടെങ്കിലും സർവ്വവ്യാപിയാന്നു അല്ല. സ്തോത്രം. അവന് ചില ജ്ഞാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവൻ സർവ്വജ്ഞാനിയാന്നു അല്ല. ചിലതൊക്കെ അവന് അറിയാൻ കേട്ടോ. ഞാൻ എൻ്റെ വൈഫിൻ്റെ പറഞ്ഞു, അവള് സ്ഥാനപ്പെട്ട വിശ്വാസം പ്രാപിച്ച് കർത്താവുള്ള ശക്തി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ 5-6 മൈൽ ദൂരെയുള്ള ഒരു ഭൂതം പിടിച്ച സ്ത്രീ പറയുക, പാസ്റ്റർമാർ വന്ന് പ്രവാചകൻ വന്ന് പ്രാർത്ഥിച്ചു പോയി, എനിക്ക് തന്നെ ഞാൻ പോകത്തില്ല. ചിരിച്ചോണ്ടാ, ആ ഗ്രേസി വരാതിരുന്നാൽ മതിയെന്ന്. അപ്പോൾ എങ്ങാണ്ട് ഇതെൻ്റെ ഭാര്യയുടെ പേര് വരെ സാത്താന് പറഞ്ഞു. അവസാനം അവർക്ക് മനസ്സിലായ രക്ഷയില്ല, പോയാലേ വെക്കൂ. അന്വേഷിച്ച് പിടിച്ച് വീട്ടിൽ വന്നു. അപ്പച്ചനൊന്നും മാനസാന്തരപ്പെട്ടതല്ല. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഡെഡ് ബോഡി പോലെ അങ്ങ് വീണു. അപ്പച്ചൻ മുഴക്ക് പറഞ്ഞു, അഹങ്കാരികൾ, അമ്മയും മോളും കൂടെ പ്രാർത്ഥനക്കാരി സന്ധിക്കേണ്ട എൻ്റെ വീടിൻ്റെ തിണ്ണയ്ക്കൊണ്ടെന്ന് ശവമിട്ടിരിക്കുന്നു. പക്ഷേ പ്രാർത്ഥിച്ചു, ദൈവം വിടുവിച്ച് വിടുവിച്ച് കടന്നുപോയി. ഞാൻ പറഞ്ഞത് സാത്താൻ അറിവുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. സാത്താന് അറിവുണ്ട്, കഴിവുണ്ട്, പക്ഷേ അവൻ സർവശക്തനുമല്ല, സർവജ്ഞാനിയല്ല, സർവ്വവ്യാപിയല്ല. എന്നാൽ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് സർവശക്തനുമാണ്, സർവജ്ഞാനിയാണ്, സർവ്വവ്യാപിയുമാണ്. അല്ലെങ്കിൽ ആർക്കും കടന്നു വരാൻ കഴിയാത്ത സ്ഥാനത്തും കടന്നു വന്ന് നമ്മെ സഹായിപ്പാൻ ശക്തനായ ദൈവമാണ്. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. അടുത്ത നമുക്ക് വായിക്കാം യെശയ്യാ 38:1. ഒരു വാക്യം മാത്രമായി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. യെശയ്യാ 38:1. എങ്ങനെയുള്ള രോഗം? മരിക്കത്തക്ക രോഗം. ഹൗസ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്? ഡെഡ്ലി ഡിസീസ് എന്നല്ലേ? ഡെഡ്ലി ഡിസീസ് എന്ന് പറഞ്ഞാൽ യെസ് അത് പോയിന്റ് ഓഫ് ഡെത്ത് ആണ് എന്ന് പറഞ്ഞാൽ അത് എന്തുവാ? കൊറോണ ആയിരുന്നോ? അതൊന്നും എഴുതിയിട്ടില്ല. ക്യാൻസർ ആയിരുന്നു, നമുക്കറിയത്തില്ല. അത് ബൈബിളിൽ എഴുതിയിട്ടില്ല. ഏതായാലും മരിക്കത്തക്ക രോഗമാണ്. മൂക്കി പങ്ങി വെച്ചാറായി, നമ്മുടെ നാടൻ ഭാഷ മൂക്കി പഞ്ഞി വെക്കാറായി, ഒരിക്കലും കാര്യമെല്ലാം ക്രമീകരിച്ചോ എന്നൊക്കെ ഹിസ്കിയാ രാജാവിനോട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞതാ. പക്ഷെ അവനെന്ത് ചെയ്തു? ദൈവസ്ഥൽ കണ്ണുനീരൊഴുക്കി, ദൈവസ്ഥൽ നിലവിളിച്ചു. ഹല്ലേലൂയ. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. അവനാ രോഗത്തിന് വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെങ്കിൽ എന്താ സംഭവിച്ചത് നമുക്കറിയാമല്ലോ. എന്താ? അവൻ്റെ ആയുസിനോട് 15 സംവത്സരം നീട്ടിക്കൊടുത്തു. 15 സംവത്സരം നീട്ടിക്കൊടുത്തു. ഞാൻ ബാംഗ്ലൂർ കേട്ട് 55 വർഷമായി, 55 years. അന്നാ പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ 3 ദിവസം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു, വെള്ളം പോലും കുടിക്കാതെ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ ഒരു 85 ആയപ്പോഴത്തേന് എനിക്ക് ഭയങ്കര അസ്വസ്ഥ. നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ, വെള്ളം കുടിക്കാൻ വയ്യ, ഭക്ഷണം കഴിക്കാൻ വയ്യ. ഞാൻ എന്ത് ചെയ്യാം? വൈഫിനോട് ഗ്രേസി, എനിക്ക് ബാംഗ്ലൂരിൽ പറ്റത്തില്ല, ഞാനിവിടെ വിട്ട് പോവുക. വൈഫ് പറഞ്ഞ് 3 പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് എവിടെ പോകാനാ? ഞാൻ വരത്തില്ല, ഞങ്ങൾ പോകാം. ഞാൻ ബാംഗ്ലൂർ ഒരു ഇൻ്റർനാഷണൽ സിറ്റിയാണ്. 10 ക്ലാസ് പഠിച്ച ലോകത്തിൽ എവിടെ പോയി 4 കാലം നിൽക്കാം, നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ. ഞാൻ കർത്താവിൻ്റെ വേലയും ചെയ്യും, എന്തോലും ജോലി ചെയ്യാൻ കുഞ്ഞുങ്ങളെ പോയിട്ട് വന്നു. പക്ഷെ നടക്കുന്ന കാര്യമല്ല. ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു,
ദൈവങ്ങളെ ദൈവത്തിന് പറയട്ടെ, ഇന്നും ഞാൻ അതേ ബാംഗ്ലൂർ പല ഗ്രാമം, അതുവരെ ഞാൻ ഇന്ത്യയെ പോലും പലയിടത്തും പോയിട്ടില്ല. അതിനുശേഷം ഇന്ത്യയിൽ ലോകത്തിലെ പല രാജ്യങ്ങൾ പോയതിന് ശേഷമാണ്. ദുബായ് പാസ്റ്ററായിട്ട് പോയത് 96-ലാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ദൈവം ആരാ? സർവശക്തൻ, സർവജ്ഞാനി, ആരോഗ്യവാൻ, സൗഖ്യവാൻ. ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തും. ഡോക്ടർമാർ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ അല്പം രോഗത്തിന് വിടുതൽ കിട്ടും, പക്ഷേ സൈഡ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. എന്ത് ഇംഗ്ലീഷ് മെഡിസിൻ നിങ്ങൾ വെച്ചാൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. അല്പം ദോഷം കേടുവരുത്തിയിട്ടേ ആ സൗഖ്യം കിട്ടത്തുള്ളൂ. എന്നാൽ കർത്താവ് സൗഖ്യമാക്കിയാൽ ഹല്ലേലൂയ, അത് സൗഖ്യമാണ്, സൈഡ് എഫക്റ്റ് ഇല്ല. അത് ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ വൈഫിന് 62 വർഷം ക്യാൻസർ പിടിച്ചതാണ്. 62 years ബാക്ക് ബ്ലഡ് ക്യാൻസർ, ലുക്കീമിയ, ബ്ലഡെല്ലാം ക്ലോട്ടായി, ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, മുടിയെല്ലാം ഷേവ് ചെയ്ത് കളഞ്ഞു. ഫിലിപ്പോസ് ക്രിസോസ്റ്റം തിരുമേനി വെല്ലൂരിൽ ഡോക്ടർമാരെ കുമ്മനാട് ഫെലോഷിപ്പ് വരുത്തി ട്രീറ്റ്മെൻറ്റ്. ഡോക്ടർമാർ പറഞ്ഞു, നോ, വി കാണ്ട് ഹെൽപ്പ്, വി കനോട്ട് ഹെൽപ്പ്, വി ആർ അൺഎബിൾ. ഇനി ഇന്ത്യയിലും അതിനുള്ള സംവിധാനം, നിങ്ങൾ അമേരിക്കയെ കൊണ്ടുപോയി നോക്ക്. 62 വർഷം ട്രീറ്റ്മെൻറ്റ് അമേരിക്കയെ കൊണ്ടുപോയി സാധനമൊക്കെ നടക്കുന്ന കാര്യമാണ്. സ്തോത്രം. തിരുവേനി പറഞ്ഞു, തോമസ് ദൈവം 5 മക്കളെ തന്നപ്പോൾ ഒരു മോളെ ദൈവം വിളിക്കുന്നു ഏൽപ്പിച്ചു കൊടുക്കാൻ. സ്തോത്രം, നടക്കുന്ന കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആ അമ്മ കണ്ണുനീരോട്, പെന്തക്കോസ്തുകാരിയൊന്നും അല്ലായിരുന്നു കേട്ടോ, മാർത്തോമയിലായിരുന്നില്ലെങ്കിലും ദൈവഭക്തി ദൈവസനിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ദൈവം വിത്തിൻ 1 വീക്ക് ഡിസ്ചാർജ് ആയി. ഇന്നും ആരോഗ്യ ദൈവം നടത്തുന്നു. അറ്റ്ലാന്റയിൽ നിന്ന് ഇപ്പം ഡാളസിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. 3 ആരോഗ്യമുള്ള മക്കളെ 6 കൊച്ചുമക്കളെയും ദൈവം തന്നു. ദൈവത്തിന് സ്തോത്രം. അമേരിക്ക വന്നത് ട്രീറ്റ്മെൻറ്റിനല്ല, ദൈവനാമത്തിന് സ്തോത്രം. ദൈവം വലിയവനാണ്. സൈഡ് എഫക്റ്റ് ഉണ്ടാകും. ഡോക്ടർ സൂക്ഷിച്ചോണം. 3 മാസം ഹോസ്പിറ്റലുകൾ ഭയങ്കര ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകും, ഡോക്ടർ അത് സംഭവിച്ചു. ഒരു കണ്ണിൻ്റെ കാഴ്ച മങ്ങി, അടുത്ത കണ്ണിനും കാഴ്ചയില്ല. അവളൊരു ദൈവം എന്നെ സൗഖ്യമാക്കിയതല്ലേ, എൻ്റെ ജീവൻ മടക്കി തന്നതല്ലേ. വീട്ടുകാരെ സമ്മതിക്കുമോ? കൊച്ചിൻ്റെ 2 കണ്ണും കൊച്ചിൻ്റെ കണ്ണില്ലെന്ന് പറഞ്ഞാൽ? കുമ്പനാട് സ്പെഷ്യലിസ്റ്റ് ഇല്ലെന്ന്. അതിന് കോട്ടയത്തുണ്ട് സ്പെഷ്യലിസ്റ്റ് ഉണ്ടെന്ന് കേട്ടോ, ഐ സ്പെഷ്യലിസ്റ്റ്. അതിന് കോട്ടയത്ത് കൊണ്ടുപോയി. ഡോക്ടർ വഴക്ക് പറഞ്ഞു, പോയെന്ന് പറഞ്ഞു, ഒരു കണ്ണ് പോയി, അതൊന്ന് നോക്കാം. ട്രീറ്റ്മെൻറ്റ് വഴി വീട്ടിൽ വന്നപ്പോൾ അതും പോയി. ഇന്ന് തപ്പുക, കണ്ണ് കാണുന്നില്ല. അവിടെ വന്ന് എന്നോട് കൊണ്ടുപോകണം, നിങ്ങൾ പറഞ്ഞ് നിങ്ങളായാലും കൊണ്ടുപോയി എൻ്റെ ഉള്ള കാഴ്ചയോടെ കളഞ്ഞല്ലോ, ഇനി നിങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് ഇല്ലോ എന്ന് പറഞ്ഞ് 3 ദിവസം ദൈവം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, അല്ല ദൈവം വിടുവിച്ചു. 3-ാമത്തെ ദിവസം കഴിഞ്ഞ് വന്ന് ബൈബിൾ എടുത്ത് വായിച്ചാൽ വായിക്കാം, ഇന്നും വായിക്കാം. സ്തോത്രം. 72-ാമത്തെ വയസ്സിൽ ഇന്നും കണ്ണാടി ഇല്ലാതെ, കണ്ണാടി ഉപയോഗിക്കുന്ന കേട്ടോ, അത് തെറ്റെന്ന് ഞാൻ പറയല്ല, പക്ഷേ വേണ്ടി വന്നാൽ കണ്ണാടി ഇല്ലാതെ ഇന്നും വായിക്കും. 72-ാമത്തെ വയസ്സിൽ. സ്തോത്രം. ആര് കൊടുത്ത കാഴ്ച? ദൈവം കൊടുത്തോണ്ട്. ഡോക്ടർമാർ സൗഖ്യമായിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്. ഞാൻ 73 ബയോ കോളേജ് പഠിക്കുമ്പോൾ ഒരു അസുഖം വന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. എനിക്ക് പൈസ ഇല്ല ട്രീറ്റ്മെൻറ്റ് പോകാൻ. എടാ, ദൈവത്തിന് കഴിയുമല്ലോ. 97 ദൈവം എവിടെ ആ അസുഖം പിന്നെ എനിക്ക് വന്നിട്ടില്ല. വേറെ അസുഖം വന്നിട്ടില്ല, ആ അസുഖം വന്നിട്ടില്ല. കാര്യം ദൈവം സൗഖ്യമാക്കിയതാണ്. 85 ഞാൻ ശുശ്രൂഷ വയ്ക്കുമ്പോൾ ഇതുപോലെ അസുഖം ചർച്ചിൽ പറയാൻ നോക്കൂ. ഞാൻ തന്നെ പ്രാർത്ഥിച്ചു, കർത്താവ് വിളിച്ചു, ആ അസുഖം പിന്നെ വന്നിട്ട്. ഞാൻ പറഞ്ഞതിൻ്റെ സാർ ഇത്രയേ ഉള്ളൂ, ദൈവം സൗഖ്യമാക്കിയ സൈഡ് എഫക്റ്റോടുകൂടെ അല്ല. സ്തോത്രം. അതിൻ്റെ കഴിഞ്ഞ ചോദിച്ചാൽ ക്യാൻസർ അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിനാന്ന് ഞാൻ ചോദിച്ചു. ക്യാൻസറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ബൈബിളിലുണ്ടോ? എൻ്റെ ബൈബിൾ പറയുന്നത് അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യം. ഹി ഹീൽസ് ഓൾ യുവർ സിക്നെസ്. വേറെ കൊറോണ, എനിക്കും കൊറോണ 2 പ്രാവശ്യം വന്നാൽ കേട്ടോ. അമേരിക്കയിൽ വെച്ച് 2 പ്രാവശ്യം കൊറോണ വന്നു. നീ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന് സമയമാകാതെ കൊറോണ എന്നെ ഒന്നും ചെയ്യത്തില്ല. നമ്മളൊരു ലോകം വിട്ട് പോയാലേ പറ്റുള്ളൂ, അത് വേറെ വിഷയം. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 94 വയസ്സാണ്, 94. ആ കൊറോണ സമയത്ത് 3 വർഷം മുമ്പ് 10 ദിവസം കൊണ്ട് അമ്മച്ചിക്ക് കൊറോണ വാടിക്കൊണ്ടിട്ടു. ചിലപ്പോൾ ഇനി അമ്മച്ചി തിരിച്ചു വരവില്ല. ഞാനും എൻ്റെ വൈഫും പറഞ്ഞു, അമ്മച്ചി ഈ അസുഖത്തോടെ ഈ കൊറോണ ആയാലും അമ്മച്ചി ഇപ്പോൾ ദൈവം വിളിക്കത്തില്ല. തിരിച്ചു വന്നു. വർഷം 3 ആകുന്നു. 94-ാമത്തെ വയസ്സിൽ ഇന്നും ദൈവം നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ സകലങ്ങളെ സൗഖ്യമാക്കി ദൈവം. യഹോവ റാഫ, ദൈവനാമത്തിന് സ്തോത്രം. ഹിസ്കിയാവിനെ എവിടെ വെച്ചാൽ ഇന്നും ജീവിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ 1-ാം വാക്യം സമയക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരു വിധവ, അവള് സങ്കടം പറയും. ആരോട്? എലീശാ പ്രവാചകനോട്. അല്ലയോ യജമാനെ, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഇപ്പോൾ കടക്കാർ വന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ അടിമളെ പിടിക്കാൻ വന്നിരിക്കുകയാണ്. അവൾ നിലവിളിച്ചു. യജമാനൻ ചോദിക്കുക, നിൻ്റെ വീട്ടിൽ എന്തുണ്ട് പറ. എടാ, എന്തോ ഒരു ബുദ്ധികെട്ട ചോദ്യമാണ്. വല്ലതും ഉണ്ടോ ഇങ്ങോട്ട് വരണോ? ഇപ്പോൾ ഉള്ള ആ 2 കുഞ്ഞുങ്ങൾ അതിനെ പിടിക്കാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ പ്രവാചകൻ ചോദിച്ചതിനും അർത്ഥമുണ്ട്, അവൾ പറഞ്ഞതിനും അർത്ഥമുണ്ട്. യജമാനൻ ഒരു പറഞ്ഞ് എല്ലാം അല്ലാതെ എന്ന് പറഞ്ഞാൽ സകലം നഷ്ടപ്പെട്ട് ഞാൻ എന്ത് നഷ്ടപ്പെടുത്തിയില്ല?
എണ്ണ നഷ്ടപ്പെടുത്തിയില്ല. എണ്ണ നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ഇയ്യോബിനെല്ലാം നഷ്ടപ്പെട്ട് എന്ത് നഷ്ടപ്പെടുത്തിയില്ല? എണ്ണ എന്തിനെ കാണിക്കുന്നു? നമ്മളുടെ അഭിഷേകത്തെ, ആ പ്രത്യാശയെ കാണിക്കുന്നു. അതുകൊണ്ട് എല്ലാം പോയാലും പോട്ട്, സ്തോത്രം, മടക്കുന്ന ദൈവത്തിന് വേണ്ടി നിന്റെ പ്രത്യാശ എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് അയ്യോ പറഞ്ഞു, അവനെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. ദൈവനാമത്തിന് നീയോട് സ്തോത്രം. ഹല്ലേലൂയ. വിധവ ആ പ്രവാചകൻ അനുസരിച്ചു. അവിടെ കടം വീടിയോ മാത്രമേ ഉള്ളൂ? ഇല്ല, ശേഷിപ്പും ഉണ്ടായി. ശേഷിപ്പ് ഉപജീവനം കഴിച്ചു കൊടുക്കുക. ദൈവം മനുഷ്യൻ ഈ ഒരു പ്രണമ സന്യാസിയെ വെച്ചുകൊണ്ട് 99-ാമത്തെ വയസ്സ് ബാംഗ്ലൂർ വെച്ച് മരിച്ചു. ഞാൻ ആഴ്ച ഒരിക്കൽ മിക്കവാറും അമ്മച്ചി പോയി കാണും. അമ്മച്ചി പറഞ്ഞു, ദൈവം മനുഷ്യൻ നുള്ളി കൊടുക്കും, ദൈവം അള്ളി കൊടുക്കുമെന്ന്. ദൈവത്തിൻ്റെ കൈ വലുതാ. മനുഷ്യൻ എത്ര ലിമിറ്റുണ്ട്. അബ്രഹാമിൻ്റെ ഭാര്യയ്ക്ക് ഹാഗറിന് കൊടുത്തയച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെള്ളവും തീർന്നു, തുരുത്തിലെ വെള്ളവും തീർന്നു, അപ്പവും തീർന്നു. പക്ഷെ ദൈവം നീര് തുറന്നു, അവന് ആ മരുഭൂമി വളർന്ന് വില്ലാളിയായി തീർന്നു. ദൈവങ്ങളെ മനുഷ്യൻ തരുന്ന ലിമിറ്റുണ്ട്, പക്ഷെ ദൈവം തരുന്ന എന്തില്ല? ലിമിറ്റില്ല. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ ആഗ്രഹിക്കുക. കർത്താവ് നീ എന്നെ, എബേസ് പ്രാർത്ഥിച്ചു, നീ എന്നെ അനുഗ്രഹിക്കണം, നീ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അറിവ് വിസ്തരമാക്കണം, നിൻ്റെ കരം എന്നോടിരിക്കണം. നമ്മുടെ ആഗ്രഹം അതായിരിക്കട്ടെ. ദൈവം മുഖത്തിൽ എന്തും ഒരുക്കോട്ടെ, മനുഷ്യനെ ഒരുക്കിക്കൊള്ളട്ടെ, കാക്ക ഒരുക്കൊള്ളട്ടെ, വിധ ഒരുക്കൊള്ളട്ടെ, പക്ഷേ സോഴ്സ് എവിടുന്ന? ദൈവത്തിൻ്റെ. അതുകൊണ്ട് കാക്കയെ വാഴ്ത്തരുത്. ആരാണ്ട് പറഞ്ഞു, എൻ്റെ മനമയെ കാക്കയെ വാഴ്ത്തുക, എൻ്റെ സർവ്വം അവൻ്റെ കാക്കയുടെ ചുണ്ടുകളെ വാഴ്ത്തുക. ആണോ? വാഴ്ത്തണ്ട, ദൈവം അയച്ചത്. പക്ഷെ നീ ആരെയാ വാഴ്ത്തേണ്ടത്? എന്നാൽ യഹോവയെ വാഴ്ത്തുക. എൻ്റെ ദൈവമേ, നീയാണ് കാക്കയെ അയച്ചത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യഹോവയെ വാഴ്ത്തുക. എല്ലാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. ദൈവനാമത്തിന് സ്തോത്രം. ഒരു വിഷയം പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ശലോമോനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ശലോമോന് ചെറുപ്രായത്തിലെ രാജാവായി. അവന് കഴിവില്ല, പ്രാപ്തിയില്ല. ദൈവം പ്രത്യക്ഷം ചോദിച്ചു കൊള്ളുക, നിനക്ക് എന്ത് വേണം? എന്ത് വേണം ചോദിച്ചുകൊള്ളുക. നമ്മളായിരുന്നു എന്ത് ചോദിച്ചത്? എനിക്ക് 10,000 വർഷം ജീവിക്കണം, ഈ ലോകം മുഴുവൻ എൻ്റെ കൈക്കീഴേ ആകണം, എനിക്ക് ഒരു ശത്രുക്കളും ഉണ്ടാകരുത്, എന്തെല്ലാം ചോദിക്കാനുണ്ട്. പക്ഷെ ശലോമോൻ ചോദിച്ചത് എന്തുവാ? ഭാവി നീ എന്നെ അധികാരിയൊക്കെ ചെയ്യാനത്തെ ഭരിപ്പാനുള്ള ജ്ഞാനവും വിവേകവും എനിക്ക് തരണമേ. അത് ദൈവത്തിന് പ്രസാദമായി. ദൈവങ്ങളെ നമ്മൾ ചോദിക്കും, ദൈവത്തിന് പ്രസാദമാകണം. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. പക്ഷെ നാം വായിക്കുന്നതാണ്, ചോദിക്കാത്തതായ സമ്പത്തും ധനവും മാനവും അവന് കൊടുത്തു. അവനതൊന്നും ചോദിച്ചില്ല. പക്ഷെ അവൻ ചോദിച്ചത് ദൈവത്തിന് പ്രസാദം. അവനെ പോലെ ചോദിച്ച ജ്ഞാനം കൊടുത്തു. അവനെ പോലെ ഞാനീ ഉണ്ടായിട്ട് ഇങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി ആരും കേട്ടോ, ശലോമോനെ പോലെ ഞാനിത് ചോദിക്കണം, ദൈവം തരത്തില്ല. അദ്ദേഹത്തെ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാലും ഞാനും തരും. നിങ്ങളൊരു ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഫലിച്ചിക്കാതെ എല്ലാവർക്കും ഔദാര്യം കൊടുത്ത് ദൈവത്തോട് യാചിക്കട്ടെ, യാക്കോബ് 1:5 നാം വായിക്കുന്നു. അതുകൊണ്ട് ഞാനും ചോദിക്കാം, ദൈവം ജ്ഞാനം തരും. എൻ്റെ 3 പെൺകുഞ്ഞുങ്ങളാ. ഈ മൂത്ത പിള്ളേർ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിക്കുക. ഇളയവൾ അത്ര കഷ്ടപ്പെടത്തില്ല, എന്നാൽ പഠിക്കുമെങ്കിലും അവൾക്ക് കണ്ണുനീര് ഭയങ്കരമാണ്. ഈ നഴ്സറിൽ 1-ാം ക്ലാസ് പഠിക്കുന്ന പുസ്തകത്തെ കണ്ണുനീര് വീണ്ടുണ്ട്. യേശുപ്പച്ച എനിക്ക് ഫസ്റ്റ് റാങ്ക് വേണം. ക്ലാസ് 1, 2, 3 ഇങ്ങനെ റാങ്ക് സിസ്റ്റം ഉണ്ട് ബാംഗ്ലൂരിൽ. അപ്പോൾ പുള്ളിക്കാരി 2, 3, 5 ഒന്നും തൃപ്തിയില്ല. യേശുപ്പച്ച എനിക്ക് ഫസ്റ്റ് റാങ്ക് വേണം. പഠിക്കുന്ന പുസ്തകത്തെ കണ്ണുനീര് വീണിട്ടുണ്ട്. ദൈവം പ്രവർത്തിക്കുമില്ലയോ? കൊച്ചാണ്ട് കേൾക്കത്തില്ലയോ? സ്തോത്രം. ദൈവങ്ങളെ 3 പേരെ ഡിഗ്രിയുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, മാർക്സ് കാർഡ്. നഴ്സറി മുതൽ BSc നേഴ്സിംഗ് വരെ അവക്കാണ് പെർസെൻറ്റേജ് കൂടുതൽ. BSc നേഴ്സിംഗ് ഗ്രാജുവേഷൻ വന്നപ്പം പ്രിൻസിപ്പാൾ വിളിച്ചു പറഞ്ഞു, മേഴ്സിക്ക് കൊടുത്ത ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡ് യു ഹാവ് ടു ഗിവ് എ ഷോർട്ട് സ്പീച്ച്. നേഴ്സിംഗ് പഠിക്കുന്ന കൊച്ചെന്താ ഷോർട്ട് സ്പീച്ച്? അത് ആ ഡോക്ടറാണ് ഇപ്പോൾ തോമസ് ചാണ്ടി, ഒരു നിരീശ്വരവാദിയാണ്, എത്തീസ്റ്റ്. ഉള്ള ഡോക്ടർമാരെല്ലാം കൂടി സദസ്സിൽ ഒരു ഷോർട്ട് സ്പീച്ച് കൊടുക്കാൻ. അവൾ പറഞ്ഞു, പെട്ടെന്ന് ദൈവം എനിക്കൊരു വചനം തന്നു. ദിസ് ഈസ് ദ ലോർഡ്സ് ഡൂയിങ്, ഇറ്റ് ഈസ് മാർവലസ് ഇൻ our eyes, not because of my ability, not because of my capacity, not because of my merit, but Jesus has helped me. ദൈവത്തിന് സ്തോത്രം. അവിടെ ദൈവത്തിനകത്ത് ഉയർത്തുവാനിടയായി തീർന്നു. ദൈവത്തിന് നീയോട് സ്തോത്രം. ദൈവമക്കളെ, ദൈവം വലിയവനാണ്. അവൻ ജ്ഞാനം നൽകുന്ന ദൈവമാണ്. ശലോമോൻ, ഞാൻ പറഞ്ഞത് ശലോമോൻ്റെ അത്രയും ജ്ഞാനം വേണമെന്ന് പ്രാർത്ഥിക്കാൻ തരത്തില്ല. എന്നാലും നമുക്ക് ആവശ്യം ജ്ഞാനം ദൈവം തരും. കുഞ്ഞുങ്ങളെ കൈവച്ച് പ്രാർത്ഥിക്കും. ഒരു കൊച്ചിനെ പറ്റി ഞാൻ കേട്ടു. ഒരു ദൈവവാസനെ പറഞ്ഞു, ദൈവവാസനെ ഈ കുഞ്ഞിൻ്റെ മേലെ തലയെ കഴിച്ച് ഒന്ന് പ്രാർത്ഥിക്കും. അവളങ്ങ് തോറ്റു പോവുക. വല്ലച്ചാൽ ഒരു 10 ക്ലാസ് ഒന്ന് പാസ്സാകാൻ. എന്നിട്ട് പറയാ, എൻ്റെ കുടുംബത്തിലെ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെയാണ്, പക്ഷെ എൻ്റെ മോളങ്ങ് തോറ്റു പോവുക. അതുകൊണ്ടൊന്ന് വല്ലച്ചാതിയും 10 ക്ലാസ് പാസ്സാകാൻ പ്രാർത്ഥിക്കുക. ദൈവദാസന് ദേഷ്യം വന്നു. എടാ, നിങ്ങളുടെ കുടുംബത്തിൽ എഞ്ചിനീയറും ഡോക്ടർമാരുണ്ട്, നിങ്ങളുടെ മോള് വല്ലച്ചാതിയും 10 ക്ലാസ് പാസ്സാകാൻ പ്രാർത്ഥിക്കും. ഞാനങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. ഇറ്റ് മേക്സ് എ ലോങ് സ്റ്റോറി ഷോർട്ട്, ടുഡേ ഷീ ഈസ് എ മെഡിക്കൽ ഡോക്ടർ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കഴിയുമോ? ദൈവത്തിന് കഴിയും. He's able. I know he's able. ജ്ഞാനം നൽകുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ശലോമോൻ ജ്ഞാനം നൽകുവാൻ,
വിധവയുടെ ഓരോരുത്തരുടെ ആവശ്യം ഓരോന്നാ കേട്ടോ. അന്നയുടെ ആവശ്യമാണോ വിധവയുടെ ആവശ്യമായിരുന്നോ ഹിസ്കിയാവിൻ്റെ ആവശ്യം ശലോമോൻ അല്ല. പക്ഷെ ദൈവം പറഞ്ഞു അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കും. ഇന്നിവിടെ ഇരിക്കുന്ന എനിക്കും ആവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എൻ്റെ ആവശ്യമാണ് നിങ്ങളുടെ ആവശ്യം എൻ്റെ ആവശ്യം. എനിക്കിപ്പോൾ നാളെ ഡാളസ് യാത്ര ചെയ്യണം. അപ്പം ഞാൻ പ്രാർത്ഥിക്കാം കർത്താവേ യാത്ര കൂടി സഹായിക്കണം. പല ഫ്ലൈറ്റുകളിലൊക്കെ ക്യാൻസലായി. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം എന്തുവാ? സൗഖ്യത്തോടെ ഡാളസ് ചെല്ലണം. അത് കഴിഞ്ഞിട്ട് 6-7 ആഴ്ച കഴിയുമ്പം പിന്നെ ബാംഗ്ലൂർ യാത്രയാണ്, ഡാളസ് വിടുക. അപ്പോൾ അതൊക്കെ എനിക്ക് അങ്ങനെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കർത്താവിൻ്റെ വേല ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവിടേക്ക് നിങ്ങൾക്ക് ഓരോ ആവശ്യങ്ങളാണ്. എന്നാൽ എല്ലാവരുടെയും ആവശ്യം കർത്താവ് ഇന്ന് ഇപ്പോൾ നമ്മുടെ മധ്യമുണ്ട്. ആകയാൽ നിങ്ങളുടെ ആവശ്യം തന്നെയായാലും കർത്താവിനെ വിശ്വസിക്കുക, കർത്താവ് ഏൽപ്പിക്കുക. അവൻ നടത്താൻ വിശ്വസ്തൻ, അവൻ ജയം തരുന്ന ദൈവം, അവൻ ജയാളിയാണ്. ആകയാൽ നല്ല കർത്താവിനെ വിശ്വസിക്കാം, ആശ്രയിക്കാം. ചോദിക്കാം നിനക്കിലും അത്യന്തം ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു എന്നേക്കും മഹത്വം ഉണ്ടട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഭാഷ 1 മിനിറ്റ് കൂടുതലെടുത്തു, സോറി.